പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇക്കഴിഞ്ഞ 1-2 ദിവസങ്ങളായി കേരളത്തിൽ നടന്നുകൊണ്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ച എന്ന് പറയുന്നത് ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന് പറഞ്ഞ അന്വേഷണ ഏജൻസി ഡൽഹിയിലുള്ള അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് കൊടുത്ത റിപ്പോർട്ടിൽ പിണറായി വിജയനെക്കുറിച്ചും വീണ വിജയനെക്കുറിച്ചിട്ടുമൊക്കെയുള്ള പരാമർശങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ്. അതിപ്പോഴും വലിയ തോതിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല, കാരണം ഞാൻ തന്നെ ഇന്നലെ 2-3 വീഡിയോകൾ ചെയ്തിരുന്നു. ദൃശ്യമാധ്യമങ്ങൾ ഇപ്പോഴും ആ ചർച്ച ആ വിഷയം ഇങ്ങനെ വിടാതെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിണറായി വിജയൻ ചോദ്യം ചെയ്യപ്പെടുമോ എന്നൊക്കെ ഉള്ള തരത്തിലുള്ള ചർച്ചകൾ കാര്യങ്ങൾ ഒക്കെ വന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകും. സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരോട് പറയാൻ പോകുന്നത് വളരെ ഞെട്ടിക്കുന്ന ഒരു വിഷയമാണ്. ആ വിഷയം സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ എനിക്ക് ലഭിച്ചത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മീഡിയ വണ്ണിൻ്റെ ഒരു ചർച്ച ഞാൻ കാണാനിടയായി. മീഡിയ വൺ എന്ന് പറയുന്ന ചാനലിൽ ആ ചർച്ചയിൽ അവരുടെ സീനിയർ റിപ്പോർട്ടറായിട്ടുള്ള ശ്രീമാൻ നിഷാദ് റാവുത്തർ അദ്ദേഹം കൊണ്ടുവന്ന ഈ വിഷയത്തിലെ ഒരു പുതിയ തലവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അവിടെ നിന്നാണ് എനിക്ക് ആ വിവരം ശരിക്കും കിട്ടുന്നത്. സുഹൃത്തുക്കളെ, അത് വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. അതാണ് ഞാനിവിടെ കുറച്ച് കൂടുതൽ സമയമെടുത്ത് എൻ്റെ പ്രേക്ഷകരുമായി ഒന്ന് വിശദീകരിക്കാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഈ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് ED കൊടുത്ത 21 പേജുള്ള റിപ്പോർട്ടിലെ ഏതാണ്ട് 3-4 പേജുകളാണ് നമ്മൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്കറിയാം, അത് EDയിൽ നിന്ന് തന്നെയാണ് അത് ചോർന്ന് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യവും യാതൊരു തർക്കവുമില്ല. അതിനെക്കുറിച്ചിട്ടൊന്നും ആർക്കും ഈ പറഞ്ഞ പോലെ അതൊന്നൊരു വിവാദമൊന്നുമല്ല. അത് എവിടെ നിന്ന് ചോർന്ന് വന്നു എന്നുള്ളതൊന്നും വിവാദമൊന്നുമല്ല. അത് EDയിൽ നിന്ന് തന്നെയാണ് ചോർന്ന് വന്നിട്ടുള്ളത്. സുഹൃത്തുക്കളെ, അതിലെ ഉള്ള ഒരു പ്രധാനപ്പെട്ട നിഗമനം അതാണ് യഥാർത്ഥത്തിൽ ഈ വിഷയത്തിലുള്ള അന്വേഷണം വിജയനിലേക്കൊക്കെ പോകുമോ എന്നൊക്കെയുള്ള സംശയം കൂടുതൽ ദൃഢപ്പെടുത്താനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പരാമർശം എന്ന് പറയുന്നത് ഈ കരിമണൽ കമ്പനിയുടെ ഉടമയായിട്ടുള്ള ശശിധരൻ കർത്ത, ആ കർത്ത 17/4/2024 PMLA ആക്ടിലെ സെക്ഷൻ 50 പ്രകാരം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് കൊടുത്ത ഒരു മൊഴിയിലെ പരാമർശങ്ങളാണ്. ആ പരാമർശങ്ങളാണ് യഥാർത്ഥത്തിൽ ഇതൊരു വലിയ ചർച്ചാ വിഷയമാക്കി മാറ്റിയതും പിണറായി വിജയൻ്റെ പങ്ക് സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ കൂടുതൽ പ്രസക്തമാക്കിയതും. സുഹൃത്തുക്കളെ, ആ മൊഴിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ആ മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത് വീണ വിജയന് തൻ്റെ കമ്പനി 2.78 കോടി രൂപ കൊടുത്തത് അവരെന്തെങ്കിലും സേവനം തങ്ങളുടെ കമ്പനിക്ക് നൽകിയതുകൊണ്ടല്ല, മറിച്ച് ഇറ്റ് വാസ് കൺസിഡറിങ് പേഴ്സണൽ റിലേഷൻഷിപ്സ് വിത്ത് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള പിണറായി വിജയൻ. അതായത് തൻ്റെ കമ്പനിക്ക് നൽകിയ സേവനം കൊണ്ടൊന്നുമല്ല, മറുവശത്ത് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനുമായിട്ടുള്ള വ്യക്തിബന്ധം പരിഗണിച്ചുകൊണ്ടാണ് താൻ വിജയൻ്റെ മകൾ വീണയ്ക്ക് 2,78,00,000 രൂപ കൊടുത്തത് എന്ന് PMLA ആക്ടിലെ സെക്ഷൻ 50 പ്രകാരം SN ശശിധരൻ കർത്ത എന്ന് പറഞ്ഞ കരിമണൽ കമ്പനിയുടെ ഉടമ 17/4/2024 എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് കൊടുത്ത ഒരു മൊഴിയാണ്. അതിന്മേലാണ് ഇപ്പോൾ ചർച്ചകൾ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നത്. വിജയൻ ഇതിനകത്ത് ബന്ധമുണ്ട് എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൊഴിയായി അത് മാറുന്നതൊക്കെ ഈ പരാമർശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. സുഹൃത്തുക്കളെ, ഈ പരാമർശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇപ്പം പുറത്തേക്ക് വന്ന ഈ രേഖയിൽ SN ശശിധരൻ കർത്ത എന്ന് പറഞ്ഞ CMRLൻ്റെ ഉടമ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് കൊടുത്ത മൊഴിയുടെ തീയതി അത് വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടില്ല. എന്നാൽ അതാണ് മീഡിയ വണ്ണിൽ റിപ്പോർട്ടറായിട്ടുള്ള നിഷാദ് റാവുത്തറിൻ്റെ ചർച്ചയിലെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി മാറിയത്. അത് സംബന്ധിച്ച വിശദാംശങ്ങളിലൊക്കെ ആയിരിക്കും. സുഹൃത്തുക്കളെ, ഈ ശശിധരൻ കർത്ത പിണറായി വിജയനുമായി ഈ അഴിമതി കേസിന് ബന്ധമുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിലുള്ള ആ മൊഴി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് കൊടുത്ത തീയതി നിർണായകമാണ്, വളരെ പ്രസക്തമാണ് എന്നാണ് എനിക്ക് ബോധ്യമായത്. എന്നാണ് ആ മൊഴി കൊടുത്തത്? ആ മൊഴി കൊടുത്തത് 17/4/2024 17/4/2024 എന്ന് പറഞ്ഞാൽ ഏപ്രിൽ മാസം, 2024 ഏപ്രിൽ മാസം. 2024 ഏപ്രിൽ മാസമുള്ള പ്രത്യേകത എന്താ സുഹൃത്തുക്കളെ? ഏതാണ്ട് തെരഞ്ഞെടുപ്പ് മെയ്യിൽ നടക്കാൻ പോവുകയാണ്. ആ നടക്കുന്നതിന് മുമ്പുള്ള
2-3 ആഴ്ചകളിലെ ഒരു ദിവസമാണ് ഈ 17/4/2024 എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന ഒരു ദിവസമാണ് ഈ 17/4/2024. ഈ 17/4/2024 എന്ന് പറഞ്ഞ തീയതിക്കുള്ള ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. എന്താണ് അത്? ആ മൊഴി ലഭിച്ച് ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോഴാണ് തൃശ്ശൂർ പൂരം നടക്കുന്നത്. 19-ാം തീയതി 20-ാം തീയതി ഒക്കെ ആയിട്ട് തൃശ്ശൂർ പൂരം നടക്കുകയാണ്. അപ്പം തൃശ്ശൂർ പൂരം നടക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് പിണറായി വിജയന് ഈ മാസപ്പടി കേസുമായി ബന്ധമുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന നിർണായകമായിട്ടുള്ള ഒരു മൊഴി ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയായിട്ടുള്ള SN ശശിധരൻ കർത്ത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന അന്വേഷണ ഏജൻസിക്ക് കൊടുക്കുന്നത്. അത് പൂരത്തിന് ഏതാനും ദിവസം മുമ്പ്. അപ്പം അത് വളരെ നിർണായകമായിട്ടുള്ളൊരു മൊഴിയാണ്. ആ മൊഴി അന്ന് പുറത്തു വന്നിരുന്നുവെങ്കിൽ അത് സി പി എമ്മിനെ അഡ്ഡാപ്പാടെല്ലാം തീർത്ത് കളഞ്ഞാണ്. CPM പിന്നീട് തീർന്നു എന്നുള്ളത് ശരിയാണ്, ഒരു സീറ്റേ കിട്ടിയുള്ളെങ്കിൽ പോലും ആ മൊഴി അന്ന് പുറത്തു വന്നിരുന്നെങ്കിൽ അത് സ്തോഭജനകമാകുമായിരുന്നു, അത് വലിയൊരു എക്സ്പ്ലോഷൻ ആകുമായിരുന്നു. എന്നാൽ എന്താ സംഭവിച്ചത്? ആ മൊഴി അന്ന് പുറത്തു വന്നില്ല. ഇന്നാണ് ആ മൊഴി പുറത്തു വരുന്നത്. അന്ന് മൊഴി പുറത്തു വരാതിരുന്നതിൻ്റെ പുറകിൽ ഒരു വലിയ ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്നാണ് നമുക്കിപ്പോൾ ബോധ്യമാകുന്നത്. എന്താണ് ആ ഗൂഢാലോചന? ആ മൊഴി വാങ്ങി വെച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തൃശ്ശൂരിലെ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് സുരേഷ് ഗോപി വിജയിക്കാൻ വേണ്ടി, സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ വേണ്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കിട്ടിയ മൊഴി മോദി സർക്കാർ ഉപയോഗിച്ചു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ, പിന്നീടുള്ള സംഭവവികാസങ്ങളും പരിശോധിക്കുമ്പോൾ. കാരണം ആ മൊഴിയൊന്നും അവർ പുറത്തു കൊണ്ടുവന്നില്ല. ആ മൊഴി പുറത്തു കൊണ്ടുവന്നിരുന്നെങ്കിൽ പിണറായി വിജയൻ പക്ഷേ അത് രാജിവെച്ച് പോകുക പോലും ചെയ്യേണ്ടി വരികയും തെരഞ്ഞെടുപ്പിൻ്റെ കംപ്ലീറ്റ് ചിത്രം മാറുകയും ചെയ്യും. പക്ഷേ ആ മൊഴി മോദി സർക്കാർ എന്ത് ചെയ്തു? അവർ BJPക്ക് തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്ന് ജയിക്കാനുള്ള ഒരു ആയുധമാക്കാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിച്ചു. അവരെന്ത് ചെയ്തിട്ടുണ്ടാവണം? ഉറപ്പാണ് അവർ പിണറായി വിജയൻ്റെ ശ്രദ്ധയിൽ ഈ മൊഴി കൊണ്ടുവന്നിട്ടുണ്ടാവണം. അത് യാതൊരു തർക്കവുമില്ല. എന്നിട്ട് അവർ പിണറായി വിജയനോട് പറഞ്ഞിട്ടുണ്ടാവണം, ഇതാണ് ഞങ്ങളുടെ മൊഴി, നിങ്ങൾക്കിതിൽ പങ്കുണ്ട് എന്നുള്ള മൊഴി ഞങ്ങളുടെ കയ്യിലുണ്ട്, അതുകൊണ്ട് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് സുരേഷ് ഗോപി ജയിക്കണം, ഇതാണ് ഞങ്ങളുടെ ആവശ്യം. അത് ജയിക്കാനുള്ള പണി നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഈ മൊഴി ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നാൽ നിങ്ങളുടെ സ്ഥാനം പോലും നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിവരം മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ആരും തർക്കവുമില്ല. അങ്ങനെ അറിയിച്ചു എന്നുള്ളതിൻ്റെ തുടർ ചലനങ്ങൾ പിന്നീടുള്ള ദിവസങ്ങളിലുണ്ടായി. എങ്ങനെ ഉണ്ടായി? പൂരം കലക്കപ്പെട്ടു. പൂരം എങ്ങനെയാണ് കലക്കപ്പെട്ടത്? പൂരം കലക്കപ്പെട്ടത് പിണറായി വിജയൻ്റെ വിശ്വസ്ത വിനീത വിധേയനായിട്ടുള്ള MR അജിത് കുമാർ നടത്തിയിട്ടുള്ള ചില കരുതിക്കൂട്ടിയുള്ള തെറ്റായ നടപടിക്രമങ്ങളുടെ ഭാഗമായി പൂരം അലങ്കോലപ്പെട്ടു. ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ പൂരം അലങ്കോലപ്പെടുക എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമാണ്. പൂരം അലങ്കോലപ്പെടുന്നത് എപ്പോഴാണ്? തിരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പൂരം അലങ്കോലപ്പെടുന്നു. പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്നത്തെ മന്ത്രിയായിരുന്ന CPIയുടെ K രാജൻ അജിത് കുമാറിനെ ബന്ധപ്പെടാൻ നോക്കുമ്പോൾ അജിത് കുമാർ ഫോൺ പോലും എടുക്കുന്നില്ല. അപ്പം ഈ മൊഴി ഉണ്ടാവുന്നു. ഈ മൊഴി വിജയൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടാവണം. അതിൻ്റെ തുടർച്ചെല്ലാം എന്നുള്ള നിലയിൽ പിണറായി വിജയൻ്റെ കണ്ണിലുണ്ണിയായിട്ടുള്ള അജിത് കുമാർ പൂരം കലക്കുന്നു. അത് വലിയ വിവാദമായി മാറുന്നു. ആ പൂരം കലങ്ങിയ സ്ഥലത്തേക്ക് വളരെ ദുരൂഹമായിട്ടുള്ള സാഹചര്യങ്ങളിൽ തൃശ്ശൂർ മണ്ഡലത്തിലെ ലോക്സഭാ സ്ഥാനാർത്ഥിയായിട്ടുള്ള സുരേഷ് ഗോപി ഒരു ദൈവതുല്യനെ പോലെ വരുന്നു. അവിടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നു. അത് സുരേഷ് ഗോപിക്ക് വലിയ ഗുണം ഉണ്ടാകുന്ന ഒരു നിലയിലേക്ക് അത് മാറുന്നു. മറുഭാഗത്ത് തൃശ്ശൂരിൽ മണ്ഡലത്തിലെ ഈ വോട്ട് ചേർത്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിവാദങ്ങൾ ഉയർന്നു വരുന്നു. ആ വിവാദങ്ങൾ ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള ആളുകൾ ഉയർത്തേണ്ട ഒരു വിവാദമാണ്. പക്ഷേ ആ വിവാദം ആ നിലയിലേക്ക് വരുന്നില്ല. വോട്ടർ പട്ടികയിൽ വോട്ട് ചേർത്തതുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് തൃശ്ശൂരിലെ ജില്ലാ കളക്ടറായിട്ടുള്ള കൃഷ്ണ തേജ എന്ന് പറയുന്ന കളക്ടർക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ UDFിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉയർന്നു വരുന്നുണ്ടെങ്കിലും CPM ആ വിഷയത്തിൽ തൊടുന്നില്ല. പൂരം കലങ്ങിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിലും CPM മൗനം പാലിക്കുന്നു. CPI ഇത് വലിയ വിഷയമാക്കി എടുത്തിട്ടും CPM അതിന്മേൽ തൊടുന്നില്ല. പൂരം കലക്കിയത് MR അജിത് കുമാർ ആണെന്നുള്ളത് വന്നിട്ടും അയാൾക്കെതിരെ അന്വേഷണമോ കാര്യങ്ങളോ ഒന്നും സംഭവിക്കുന്നില്ല. CPMഉം പിണറായി വിജയനും അർത്ഥഗർഭമായ മൗനം പാലിക്കുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഇതെല്ലാം കൂട്ടി വായിച്ചു നോക്കിയേ. 17/4/2024 പിണറായി വിജയന് മാസപ്പടി കേസുമായി ബന്ധമുണ്ട് എന്നുള്ള മൊഴി ശശിധരൻ കർത്ത EDക്ക് കൊടുക്കുന്നു.
ആ മൊഴി അവരെ പിണറായി വിജയന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടാവുന്ന കാര്യം ആരും തർക്കവുമില്ല. അവർ വെച്ചിട്ടുള്ള അവരുടെ ആവശ്യം എന്ന് പറയുന്നത് സുരേഷ് ഗോപിയോടെ ജയിക്കുക എന്നുള്ളതായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പൊടുന്നനെ വിജയന്റെ വിശ്വസ്തൻ പൂരം കലക്കുന്നു. പൂരം കലക്കിയെടുത്തേക്ക് ദൈവതുല്യനെ പോലെ സുരേഷ് ഗോപി വരുന്നു. സുരേഷ് ഗോപിക്ക് അതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള നേട്ടമുണ്ടാവുന്നു. തൃശ്ശൂർ ജില്ലയിലെ വോട്ടർ പട്ടികയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിഷയം UDF ഉയർത്തുന്നു. അതിൽ കളക്ടർക്ക് പങ്കുണ്ട് എന്നുള്ള നിലയിലുള്ള കൃത്യമായിട്ടുള്ള തെളിവുകൾ വരുന്നു. ഈ പൂരം കലക്കിയ വിഷയത്തിലും ഈ വോട്ടർ പട്ടികയിലെ കൃത്യമായി ബന്ധപ്പെട്ട വിഷയത്തിലും CPM അനങ്ങുന്നില്ല, പിണറായി വിജയനും അനങ്ങുന്നില്ല. അപ്പോൾ ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഇതെല്ലാം തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുക എന്നുള്ള വലിയൊരു തന്ത്രത്തിൻ്റെ ഭാഗമായിരുന്നു, ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായിരുന്നു. ആ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണ്, ആ സ്ട്രാറ്റജിയിൽ ആരൊക്കെയായിരുന്നു പങ്കാളികൾ? ആ സ്ട്രാറ്റജിയിൽ മോദി സർക്കാർ, ആ സ്ട്രാറ്റജിയിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, ആ സ്ട്രാറ്റജിയിൽ പിണറായി വിജയൻ, ഇവർ 3 പേരും കൂടി സംയുക്തമായി നടത്തിയിട്ടുള്ള തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വലിയ ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപി ജയിച്ചെന്നുള്ളതിന് ഇനി വല്ല തെളിവും വേണോ സുഹൃത്തുക്കളെ? ഇനി കുറച്ചുകൂടെ ആഴത്തിൽ പരിശോധിച്ചാൽ എന്താ സംഭവിക്കുന്നത്? മാസപ്പടി കേസിൽ പിണറായി വിജയന് പങ്കുണ്ടെന്നുള്ള മൊഴി പിണറായി വിജയനെ കാണിച്ച്, പിണറായി വിജയനെ ബ്ലാക്ക്മെയിൽ ചെയ്ത്, പിണറായി വിജയനെ നിശബ്ദനാക്കി, പിണറായി വിജയനെ കൊണ്ട് സുരേഷ് ഗോപിക്ക് ജയിപ്പിക്കാനുള്ള അവസരം ഒരുക്കുകയാണ് മോദി സർക്കാർ ചെയ്തത് എന്നുള്ളതിന് എന്താ സംശയം സുഹൃത്തുക്കളെ? അതില്ലായിരുന്നെങ്കിൽ അന്ന് 17/4/2024 കൊടുത്ത മൊഴി അന്ന് പുറത്തു വരേണ്ടതല്ലേ? അത് പുറത്തു വന്നില്ല. അതിപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ അന്ന് ED ഇത് മറച്ചു വെച്ചെങ്കിൽ ഇന്ന് ED തന്നെ അത് പുറത്തു കൊണ്ടിരുന്നു. ഇന്നിപ്പോൾ അവർക്ക് പുറത്തു കൊണ്ടിരുന്നതിന് പ്രശ്നമില്ല. കാരണം സുരേഷ് ഗോപി ജയിച്ചു, പിണറായി വിജയൻ അധികാരവും പോയി. അതുകൊണ്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുക. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് മോദി സർക്കാരും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും പിണറായി വിജയനും കൂടി ചേർന്ന് സംയുക്തമായി നടത്തിയിട്ടുള്ള ഹീനമായിട്ടുള്ളൊരു ഗൂഢാലോചനയുടെ ആഫ്റ്റർ എഫക്റ്റ് എന്നുള്ള നിലയിലാണ്, അതിൻ്റെ പരിസമാപ്തി എന്നുള്ള നിലയിലാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് സുരേഷ് ഗോപി ജയിച്ചത് എന്നതാണ് ഈ വിഷയത്തിൽ നിന്ന് ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം.